മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിനി എടുക്കാനുള്ളത് ഒരു ചാപ്റ്ററും കൂടി, ഡിസ്ചാർജ്. ഈ കോൺട്രാക്റ്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ട്, കോൺട്രാക്റ്റ് എന്നുള്ള ടോപ്പിക്ക് തുടങ്ങിയിട്ട് കുറേ ആയി അല്ലേ. നമ്മൾ 12 ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു കോൺട്രാക്റ്റിൽ. ഫസ്റ്റ് മുതൽ കോൺട്രാക്റ്റ് എന്നുള്ള ആ മൊഡ്യൂളിൽ, ഒരു മൊഡ്യൂളിലാണ് 13 ചാപ്റ്ററുകൾ വരുന്നത് അല്ലേ. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ 13 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില വർഷങ്ങളിൽ ലോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മുഴുവനായിട്ടും കോൺട്രാക്റ്റ്, മാക്സിമം 3/4 ഭാഗവും കോൺട്രാക്റ്റ് എന്നുള്ള ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ കോൺട്രാക്റ്റ് എന്നുള്ള ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ നമുക്കിനി ലാസ്റ്റ് എടുക്കാനുള്ളത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് കോൺട്രാക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ക്യാൻസലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നു അല്ലേ. അതിന് എന്തൊക്കെ റെമഡീസ് ആണുള്ളത്? റെമഡീസ് പറഞ്ഞാൽ പരിഹാരങ്ങൾ അല്ലേ. ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ റെമഡീസാണ്, പരിഹാരങ്ങളാണുള്ളത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് 5 പോയിൻറ്റുകളാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്ന 5 റെമഡീസാണ് നമുക്ക് പറയാനുള്ളത്. 5 റെമഡീസിൽ പറയുന്നത് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്, പിന്നെ സ്യൂട്ട് ഫോർ ഡാമേജസ്, അങ്ങനെ 5 പോയിൻ്റ്. ഇതിലും അതേ നമ്മൾ ഏത് പഠിച്ചു, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ പഠിച്ച മാതിരി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഡിസ്ചാർജ് മാതിരി തന്നെയാണ്. എന്താണ് ഡിസ്ചാർജിൽ നമ്മളൊരു 6 പോയിൻ്റ് പറഞ്ഞു അല്ലേ. ഒരു എസ് എ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയൊക്കെയാണ് ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്നുള്ള 6 മെത്തേഡ് നമ്മൾ പറഞ്ഞു അല്ലേ. അതേമാതിരി തന്നെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലും 6 തരത്തിലുള്ള റെമഡീസാണ്, 5 തരത്തിലുള്ള റെമഡീസാണ് നമുക്കിതിൽ പറയാനുള്ളത് കേട്ടോ. ആ 5 റെമഡീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. പക്ഷേ കുറച്ച് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമാണ്, ശ്രദ്ധിക്കുക കേട്ടോ. സിമ്പിളാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പഠിക്കാൻ. അപ്പോൾ ഫസ്റ്റ് വൺ, റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. റെസിഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. പിന്നെ സ്യൂട്ട് ഫോർ ഡാമേജസ്. അപ്പം നമുക്ക് ഈ കോൺട്രാക്റ്റ് കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂട്ട്, നമ്മൾ കേസ് കൊടുക്കുന്നു അല്ലേ. എത്രയാണോ നമുക്ക് ഡാമേജ് സംഭവിച്ചു വെച്ചെങ്കിൽ അതിനെ കേസുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്സ്. എത്രത്തോളം ക്വാണ്ടം സാധനങ്ങൾ, മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ മതിപ്പ്, എത്രത്തോളം, ഇത്ര മതിപ്പിനുള്ള സാധനങ്ങൾ, ഇത്ര വിലയ്ക്കുള്ള സാധനങ്ങൾ, അതാണ് തൂക്കം ഇത്രയാണ്, അതിനുള്ള സ്യൂട്ട് കൊടുക്കുക. പിന്നെ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ സ്പെസിഫിക് പെർഫോമൻസ് എത്രയാണ് വരുന്നത് വെച്ചാൽ അതിന് സ്യൂട്ട് കൊടുക്കുന്നു. പിന്നെ സ്യൂട്ട് ഫോർ ഇഞ്ചെക്ഷൻ ഓർഡർ കൊടുക്കുക അല്ലേ. അത് നമ്മൾ ഉപയോഗിക്കരുത്, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചെക്ഷൻ. അത്രയും കാര്യങ്ങളാണ് ഈ 5 പോയിൻറ്റ്സാണ് റെമഡീസ് ആയിട്ട് നമുക്ക് ചെറുതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള പോയിൻറ്റുകൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, എന്തൊക്കെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതും അതിൻ്റെ റെമഡീസുമാണ് നമ്മളിവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അഫക്റ്റ് ബോത്ത് ദി പാർട്ടീസ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. അപ്പം ആരൊക്കെയാണ്, ഇപ്പോൾ 2 എയും ബിയുമായിട്ടുമാണ് കോൺട്രാക്റ്റ് ഉള്ളത് വെച്ചെങ്കിൽ ആ 2 പേരെയും ഒരേ തരത്തിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അഫക്റ്റ് ചെയ്യുന്നു. ആ അഫക്റ്റ് ചെയ്യുന്നത് ഇൻ 2 ഡിഫറെൻറ്റ് വേസ് ആയിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ഒബ്ലിഗേഷൻ ഫോർ ദി ഡിഫോൾട്ടിംഗ് പാർട്ടി. ഇതിലൂടെ എന്തുണ്ടാവുന്നു, പുതിയൊരു ഒബ്ലിഗേഷൻ, ന്യൂ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യത അല്ലേ, പുതിയൊരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ഒബ്ലിഗേഷൻ ഫോർ ദി ഡിഫോൾട്ടിംഗ് പാർട്ടി. അതേമാതിരി ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് കൺഫേഴ്സ് അപ്പോൺ ദി എഗ്രീവ്ഡ് ഓർ ഇൻജുവേർഡ് പാർട്ടി റൈറ്റ് ഓഫ് ആക്ഷൻ. എഗ്രീവ്ഡ് പാർട്ടി പറഞ്ഞാൽ തേർഡ് പാർട്ടി അല്ലേ, തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻജുവേർഡ് പാർട്ടി ഈസ് എ റൈറ്റ് ഓഫ് ആക്ഷൻ. In some cases, breach not only gives to a cause of action but also discharges the injured party from performing his obligation under the contract. അപ്പോൾ ചില കേസിൽ നമുക്ക് പറയാം ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് പിന്നെ ക്യാൻസലേഷൻ. ചില കേസിൽ എന്തുണ്ടാവുന്നു, ചില സമയത്ത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ ചില കേസിൽ In some cases, the breach not only give rise to cause of action, അതേമാതിരി തന്നെ but also discharge the injured party from performing the obligation under the contract. In case of breach, the aggrieved or injured party has one or more of the following remedies. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള റെമഡീസ് ആണ് ഇൻജുവേർഡ് പാർട്ടിക്ക് വരുന്നത്? ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ ഇൻജുവേർഡ് പാർട്ടീസിന് 1 or more ടൈപ്സ് ഓഫ് റെമഡീസ് ഉണ്ട്. ആ റെമഡീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്.
ഫസ്റ്റ് വൺ പറയുന്നത് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. റെസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് സ്യൂട്ട് ഫോർ ഡാമേജസ്. എത്രയാണോ കേടുകൾ, ഡാമേജ് എത്രത്തോളമാണോ സംഭവിക്കുന്നത് വെച്ചെങ്കിൽ അതിന് കേസ് കൊടുക്കുന്നു. പിന്നെ സ്യൂട്ട് അപ്പോൾ എന്തിനാണ് നമ്മൾ സ്യൂട്ട് കൊടുക്കുന്നത്, ക്വാണ്ടം മെറിറ്റ്, എത്രത്തോളം തൂക്കം വരുന്ന സാധനങ്ങൾ, എത്രത്തോളം വില വരുന്ന സാധനങ്ങളാണ് നമുക്ക് നഷ്ടം വരുന്നത് വെച്ചെങ്കിൽ അതിന്. പിന്നെ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്, പിന്നെ സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ. ഇങ്ങനെ ഇത്രയായിട്ടാണ് 5 എണ്ണമായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. റെസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്നുള്ളതാണ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ, റിവോക്കേഷൻ ഓർ പുട്ടിങ് ആൻ എൻഡ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസിഷൻ എന്ന് പറയുന്നത്. When one of the parties to a contract commit breach, the other party treat the contract is rescind, അവസാനിപ്പിക്കാം, ക്യാൻസൽ ചെയ്യാം എന്ന് സമ്മതിക്കുന്നു അല്ലേ. ക്യാൻസൽഡ് ആൻഡ് റെഫ്യൂസസ് ദി ഫർദർ പെർഫോമൻസ്. ഇനി നമുക്ക് ഫർദർ പെർഫോമൻസ് വേണ്ട, നമുക്കിത് ക്യാൻസൽ ചെയ്യാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഹെൻസ് ഹി ഈസ് ഫ്രീഡ് ഫ്രം ഓൾ ഒബ്ലിഗേഷൻ അണ്ടർ എ കോൺട്രാക്റ്റ്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഒബ്ലിഗേഷൻ, ബാധ്യതകളാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിൽ നിന്നൊക്കെ ഫ്രീ ആവുന്നു. As per section 75 of Indian Contract Act പ്രകാരം a person who rightly rescind a contract is entitled to a compensation. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സമ്മതിക്കുകയാണ്, വേണ്ടാന്ന് വെക്കുന്നു അല്ലേ. നമ്മൾ ആ ഒബ്ലിഗേഷൻ എന്താണോ വരുന്നത് വെച്ചെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നു അല്ലേ. a person who rightly rescind ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. a contract ഈസ് എൻറ്റൈറ്റിൽ ടു എ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. എത്ര രൂപയുടെ സാധനമാണോ നമുക്ക് ഡാമേജ് സംഭവിച്ചത്, ഡാമേജ് സംഭവിക്കുന്ന കേട് വന്നത് വെച്ചെങ്കിൽ അതിന് നമുക്ക് നഷ്ടപരിഹാരം കിട്ടുന്നു അല്ലേ. വിച്ച് ഹാസ് ബീൻ സസ്റ്റെയിൻ ത്രൂ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി കോൺട്രാക്റ്റ്. അതാണ് നമുക്കതിൽ പറയാനുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. എ പ്രോമിസ് ബി ടു സപ്ലൈ 1.5 15 ടേബിൾ ഫാൻസ് ഓൺ എ സർട്ടൺ ഡേ അല്ലേ. 15 ടേബിൾ ഫാൻസ് ആണ്. ദെൻ ബി അഗ്രീസ് ടു പേ ദി പ്രൈസ് ആഫ്റ്റർ ദി റെസിപ്റ്റ് ഓഫ് ദി ഫാൻ. റെസിപ്റ്റ് കിട്ടിയിട്ടാണ് ഫാനിൻ്റെ കാശ് കൊടുക്കുന്നത്. എ ഡസ് നോട്ട് സപ്ലൈ ദ ഗുഡ്സ്. എ ബി ഈസ് ഡിസ്ചാർജ് ഫ്രം ദി ലാബിലിറ്റി ടു പേ ദി പ്രൈസ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ എ 15 ടേബിൾ ഫാൻ സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നു. ബി അഗ്രീസ് ടു പേ ദി പ്രൈസ് ആഫ്റ്റർ ദി റെസിപ്റ്റ് ഓഫ് ദി ഫാൻ അല്ലേ. ഫാൻ കിട്ടിയതിന് ശേഷം, അതിൻ്റെ ആ ഫാൻ വന്ന് അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നുള്ളൂ. എ ഡസ് നോട്ട് സപ്ലൈ, സമയത്തിന് സാധനങ്ങൾ സപ്ലൈ ചെയ്തില്ല. ബി എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ദി ലാബിലിറ്റി ടു പേ ദി പ്രൈസ്. ബി അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. വെൻ ദി കോർട്ട് മേ ഗ്രാൻഡ് റെസിഷൻ, എന്തിനൊക്കെയാണ്, 2 തരത്തിലാണ് ഇനി നമുക്ക് അടുത്തത്. അപ്പോൾ ആദ്യം റെസിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് റെമഡി ആയിട്ട് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് പറഞ്ഞു. ഇനി 2 തരത്തിലാണ് ഈ റെസിഷനെ നമ്മൾ പറയുന്നത്. ഹെഡിങ്സ് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ 2 തരത്തിലാണ് റെസിഷനെ നമ്മൾ പറയുന്നത്. റെസിഷൻ ദ കോർട്ട് മേ ഗ്രാൻഡ് റെസിഷൻ. ചില കേസിൽ കോടതി തന്നെ നമ്മളോടത് ക്യാൻസൽ ചെയ്തോളാൻ വേണ്ടി പറയും. അതാണ് റെസിഷൻ ദ കോർട്ട് മേ ഗ്രാൻഡ് റെസിഷൻ. കോടതി തന്നെ നമുക്ക് അതിനുള്ള സമ്മതം തരിക. വെൻ ദി കോർട്ട് മേ റെഫ്യൂസ് റെസിഷൻ. ചില സമയത്ത് കോടതി അതിനെ റിഫ്യൂസ് ചെയ്യുന്നു, നിരസിക്കുന്നു അല്ലേ. അപ്പോൾ അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. 2 തരത്തിലാണ്. ഒന്നാമതായിട്ട് പറയുന്നത് കോടതി തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, അത് ക്യാൻസൽ ചെയ്യാനുള്ള സമ്മതം തരുന്നു. രണ്ടാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മളത് ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അതിനെ റെഫ്യൂസ് ചെയ്യുന്നു. ശ്രദ്ധിക്കാം. വെൻ ദി കോർട്ട് മേ ഗ്രാൻഡ് റെസിഷൻ, 2 കേസാണ് അതിൽ പറയുന്നത്. where the contract is voidable and terminable by the plaintiff. അപ്പോൾ എന്താ പറയുന്നത്, പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ എന്താ, വാദി അല്ലേ. ആരാണോ നമ്മൾ വാദിക്കുന്നത് വെച്ചാൽ when the contract is voidable ആണ്, terminable by the plaintiff. പിന്നെ where the contract is unlawful ആണ് and defendant is more to blame than the plaintiff. അപ്പോൾ കോൺട്രാക്റ്റ് എന്താണ്, കോൺട്രാക്റ്റ് ഈസ് അൺലോഫുൾ, നമ്മുടെ കോൺട്രാക്റ്റ് അൺലോഫുൾ ആവുക അല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ഡിഫൻഡ് ഈസ് മോർ ടു ബ്ലെയിം പറഞ്ഞാൽ കുറ്റക്കാരനാണ് അല്ലേ. വെറുതെ ഡിഫൻഡ് ഈസ് മോർ ടു ബ്ലെയിം ദാൻ ദി, ആരേക്കാൾ, വാദിയേക്കാൾ കുറ്റക്കാരനാണ് ആര് വരുന്നത്, ഡിഫൻഡ് വരുന്നത്. അങ്ങനത്തെ 2 കേസിലും കോടതി തന്നെ പറയുകയാണ്, അത് കട്ട് ചെയ്തോളാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ വെൻ ദി കോർട്ട് മേ ഗ്രാൻഡ് റെസിഷൻ, രണ്ട് കേസിലാണ് കോടതി തന്നെ അത് ക്യാൻസൽ ചെയ്തോളാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ വേർ ദി കോൺട്രാക്റ്റ് ഈസ് വോയിഡബിൾ ആൻഡ് ടെർമിനബിൾ ബൈ ദി പ്ലെയിൻറ്റിഫ് അത് രണ്ടും വാദി തന്നെ അത് വോയിഡബിളും ടെർമിനബിളും ആക്കുക. പിന്നെ അതേമാതിരി തന്നെ ഈ കോൺട്രാക്റ്റ് അൺലോഫുള്ളാണ്. ഡിഫെൻഡ് ഈസ് മോർ ബ്ലെയിം ദാൻ, ആരേക്കാൾ പ്ലാൻറ്റിഫിനേക്കാൾ കൂടുതൽ കുറ്റങ്ങൾ ആര് ചെയ്യുന്നത്, പ്ലെയിൻറ്റിഫിനേക്കാൾ കൂടുതലായിട്ട് കുറ്റങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബ്ലെയിം പറഞ്ഞ കുറ്റക്കാരൻ. അങ്ങനത്തെ രണ്ട് കേസ് വന്നാൽ കോടതി തന്നെ എന്ത് പറയുന്നു, ഇത് ക്യാൻസൽ ചെയ്തോളാൻ വേണ്ടിയിട്ട് പറയുന്നു. ഇനി വെൻ ദി കോർട്ട് മേ റെഫ്യൂസ് റെസിഷൻ, ഏതൊക്കെ കേസിലാണ് കോടതി നമ്മളെ അത് റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല, ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കോടതി സമ്മതിക്കില്ല, അത് ഏതൊക്കെ കേസുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. വേർ ദി പ്ലെയിൻറ്റിഫ് ഹാസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി റാറ്റിഫൈ ചെയ്യാൻ ക്ലിയർ ചെയ്യുക അല്ലേ. ഇത് കോൺട്രാക്റ്റ് എക്സ്പ്രസ്ലി പറഞ്ഞാൽ വാക്കാൽ, അല്ലെങ്കിൽ റിട്ടേൺ എഴുതിയിട്ട്, അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫാക്റ്റുകൾ കാണിക്കുക, എന്തെങ്കിലും തെളിവുകളൊക്കെ കാണിച്ചിട്ട് അത് റാറ്റിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യേണ്ട, റെഫ്യൂസ് ചെയ്യുന്നു. പിന്നെ വേർ ദി ഓവിങ് ടു ചേഞ്ച് ദ സർക്കംസ്റ്റാൻസസ് ദി പാർട്ടീസ് കനോട്ട് ബി റീസ്റ്റോർഡ് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ. വേർ ദി ഓവിങ് ദി ചേഞ്ച് സർക്കംസ്റ്റാൻസിൽ ചേഞ്ചസ് വരിക അല്ലേ. വേർ ഓവിങ് ടു ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് ദി പാർട്ടീസ് കനോട്ട് ബി റീസ്റ്റോർഡ് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ. പിന്നെ വേർ ദി തേർഡ് പാർട്ടി ഹാവ് ഡ്യൂറിങ് ദി സബ്സിസ്റ്റൻസ് ഓഫ് ദി കോൺട്രാക്ട് അക്വയേർഡ് റൈറ്റ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്, എല്ലാ കാര്യങ്ങളും അല്ലേ. അപ്പോൾ വേർ ദി തേർഡ് പാർട്ടി ഹാവിങ് ഡ്യൂറിങ് ദി സബ്സിസ്റ്റൻസ് ഓഫ് ദി കോൺട്രാക്ട് അക്വയേർഡ് എന്തിനുള്ള റൈറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോർട്ട് മേ റെഫ്യൂസ് റെസിഷൻ, ഏതൊക്കെ കേസിലാണ് കോർട്ട് റെഫ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 2-3 പോയിൻ്റ് അതിൽ പറഞ്ഞു. ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ്ലി അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി ആയിട്ട് റാറ്റിഫൈ ദി കോൺട്രാക്റ്റ് അല്ലേ. എക്സ്പ്രസ്ലി പറഞ്ഞാൽ വാക്കാൽ പറയുക അല്ലെങ്കിൽ എഴുതിയിട്ട്, അങ്ങനെ വെച്ചെങ്കിൽ ഇംപ്ലൈഡ്ലി പറഞ്ഞാൽ ഏതെങ്കിലും ആക്റ്റിലൂടെ അല്ലേ, ആക്റ്റിലൂടെ കാര്യങ്ങൾ ചെയ്യുക അല്ലേ, അത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, രണ്ടാമത്തെ പോയിന്റ് ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസസ്. പിന്നെ എന്താ പറഞ്ഞാൽ അക്വയേർഡ് റൈറ്റ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് പറഞ്ഞു. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിൻ്റാണ് പറഞ്ഞത് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. റെസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റിനെയാണ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ചില സർക്കംസ്റ്റാൻസിൽ കോടതി തന്നെ നമ്മളോട് ആ കാര്യം ആ കോൺട്രാക്റ്റ് റെഫ്യൂസ് ചെയ്തോളാൻ പറയും. ചില 2-3 കേസിൽ കോടതി നമ്മളേത് റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. അത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ, സ്യൂട്ട് ഫോർ ഡാമേജസ്. സ്യൂട്ട് ഫോർ ഡാമേജസ് സിമ്പിളാണ്, ഒന്നുമില്ല. എത്രയുടെ നഷ്ടമാണോ നമുക്ക് സംഭവിച്ചത്, നമുക്ക് ഡാമേജ് എത്രയുണ്ടായിച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്യൂട്ട് കൊടുക്കുന്നു, കേസ് കൊടുക്കുന്നു അല്ലേ. When a contract is broken, the injured party can claim damages from the other party അല്ലേ. When the contract is broken, contract broken ആയാൽ the injured party can claim damages from the other party അല്ലേ. എത്രയാണോ ഡാമേജ് ഉണ്ടായത്, എത്ര രൂപയുടെ സാധനമാണോ നമുക്ക് നഷ്ടം സംഭവിച്ചത് വെച്ചെങ്കിൽ അതിന് ക്ലെയിം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നെസസറി കോമ്പൻസേഷൻ ഫോർ ദി ലോസ് സസ്റ്റെയിൻഡ് ബൈ ദി ഇൻജുവേർഡ് പാർട്ടി അല്ലേ. ഇൻജുവേർഡ് പാർട്ടിക്ക് എത്രയാണോ ലോസ് സംഭവിച്ചത്, നഷ്ടം എത്ര രൂപയുടെ നഷ്ടമാണോ ഉണ്ടായത് വെച്ചെങ്കിൽ അതിനെത്ര വെച്ചെങ്കിൽ നികത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. ഫോർ ദി നോൺ പെർഫോമൻസ് ഓഫ് ദി ഒബ്ലിഗേഷൻ. ദി ഒബ്ജക്റ്റ് ഓഫ് അവാർഡിങ് ഡാമേജസ് ഫോർ ദി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റ്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഈസ് ടു put the injured party in the same financial position as if the contract has been performed അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് വെച്ചെങ്കിൽ ആ തരത്തിൽ നമ്മുടെ കോൺട്രാക്റ്റ് ശരിയായ തരത്തിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം രൂപയുടെ സാധനങ്ങളാണോ ഡാമേജ് സംഭവിച്ചത് വെച്ചെങ്കിൽ അതിന് നമുക്ക് കേസ് സ്യൂട്ട് കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. അതിൽ law of contract does not seek to punish the guilty, but if a person if by reason of his wrongful act the aggrieved party has suffered any monetary loss. ഇനി എന്താണ് ചെയ്യുന്നത്, the contract does not seek to punish the guilty ആയിട്ട് പണിഷ് ചെയ്യുന്നില്ല. if any reason അയാൾ തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് റോങ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഓഫ് ഹിസ് റോങ്ഫുൾ ആക്ട് കാരണം ദി അഗ്രീവ്ഡ് പാർട്ടി തേർഡ് പാർട്ടിക്ക്
ഹാസ് സഫേർഡ് എനി മോണിറ്ററി ലോസ്, ഏതെങ്കിലും തരത്തിലുള്ള മോണിറ്ററി പണപരമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദി കോർട്ട് വിൽ കമ്പൽ ദ പാർട്ടി ടു ബ്രീച്ച്, കോടതി എന്ത് പറയുകയാണ് ചെയ്യുന്നത്, ബ്രീച്ച് ചെയ്യാൻ, കോടതി കേസ് ബ്രീച്ച് ചെയ്യാൻ, കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നു. ടു മേക്ക് ഗുഡ് ദ ലോസ് ബൈ പേയിങ് ഡാമേജ് ടു ദി അതർ പാർട്ടി, എത്ര രൂപയുടെ ഡാമേജ് ആണോ അയാൾക്ക് സംഭവിച്ചത് വെച്ചെങ്കിൽ അത്രയും രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂട്ട് ഫോർ ഡാമേജ് എന്നുള്ള സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താ സെക്കൻഡ് പോയിന്റ് സ്യൂട്ട് ഫോർ ഡാമേജിൽ പറഞ്ഞത്, വെൻ എ കോൺട്രാക്ട് ഈസ് ബ്രോക്കൺ ദി ഇൻജുവേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജ് ഫ്രം ദി അതർ പാർട്ടി അല്ലേ. അപ്പം നമ്മുടെ കോൺട്രാക്റ്റ് നടുവിലൊക്കെ വെച്ചിട്ട് ബ്രോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ്, ഇൻജുവേർഡ് പാർട്ടിക്ക് എന്ത് കിട്ടുന്നു, ക്യാൻ ക്ലെയിം ഡാമേജസ്, എത്ര രൂപയുടെ ഡാമേജ് ആണോ ഉണ്ടായത് വെച്ചെങ്കിൽ അതിനുള്ള എമൗണ്ട് എത്ര വെച്ചെങ്കിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. It is the monetary compensation for the loss sustained by the injured party for the non-performance of the obligation അല്ലേ, non-performance of the obligation അല്ലേ. ഒബ്ലിഗേഷൻ എന്ന ബാധ്യത, എന്ത് ബാധ്യതയാണോ ഉള്ളത് വെച്ചെങ്കിൽ അത് ശരിയായ രീതിയിൽ ചെയ്യാത്ത കാരണം കൊണ്ടാണ് അയാൾക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, ക്ലെയിം കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി ആ ക്ലെയിം കൊടുക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിനി അടുത്ത് പറയാനുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ലോ ഓഫ് കോൺട്രാക്റ്റിൽ എന്ത് പറയുന്നു, ഡസ് നോട്ട് സീക്ക് ടു പണിഷ് ദ ഗിൽറ്റി, അയാളെ ഗിൽറ്റി ആയിട്ട് മുദ്ര കുത്തുന്നില്ല, എന്ത് ചെയ്യുന്നു, ബട്ട് ഇഫ് എ റീസൺ ഓഫ് ഹിസ് റോങ്ഫുൾ ആക്ട്, അയാളുടെ റോങ്ഫുൾ ആക്ട് കാരണം ദ അഗ്രീവ്ഡ് പാർട്ടി ഹാസ് സഫിഷ്യൻ എനി മോണിറ്ററി ലോസ്, മതപരമായിട്ട് അയാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോർട്ട് വിൽ കമ്പൽ ദ പാർട്ടി ഇൻ ബ്രീച്ച് ടു മേക്ക് എ ഗുഡ് ദ ലോസ് ബൈ പേയിങ് ഡാമേജ് ടു ദെയർ ടു അതർ പാർട്ടി, എത്ര രൂപയുടെ നഷ്ടമാണോ സംഭവിച്ചത് വെച്ചെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കുക, കൈൻഡ്സ് ഓഫ് ഡാമേജസ്. ഇനി ഏതൊക്കെ തരത്തിലാണ് ഡാമേജസ് വരുന്നത്, നമ്മളിപ്പോൾ ഡാമേജ് സ്യൂട്ട് ഫോർ ഡാമേജ് എന്നുള്ള ടോപ്പിക്കാണ് വരുന്നത്. അതിൽ കൈൻഡ് ഓഫ് ഡാമേജ് ആണ് പറയുന്നത്, ഏതൊക്കെ തരത്തിലാണ് ഡാമേജുകൾ സംഭവിക്കുന്നത്. ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജ്. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, ജനറൽ അല്ലെങ്കിൽ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ സ്പെഷ്യൽ ഡാമേജസ്, സ്പെഷ്യൽ ഡാമേജസ്. മൂന്നാമത് നമുക്ക് പറയുന്നത് എക്സ്പ്ലററി എന്ന് പറഞ്ഞത് മാതൃകാപരമായിട്ട്, അല്ലെങ്കിൽ പ്യുണിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ശിക്ഷാർഹമായത്. പിന്നെ വിൻഡിക്റ്റീവ് ഡാമേജ് പറഞ്ഞാൽ പ്രതികാരം, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ആ തരത്തിലുള്ള ഡാമേജുകൾ. പിന്നെ നോമിനൽ ഡാമേജസ്, അങ്ങനെയായിട്ട് 4ആയിട്ടാണ് ഈ ഡാമേജുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, കൈൻഡ്സ് ഓഫ് ഡാമേജസ് എന്നുള്ള ടോപ്പിക്കാണ് പറയുന്നത്. അപ്പോൾ സ്യൂട്ട് ഫോർ ഡാമേജ് പറഞ്ഞു, അതിൽ വരുന്നതാണ് കൈൻഡ്സ് ഓഫ് ഡാമേജ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഡാമേജുകളെ നമ്മൾ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെയാണ് ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ. നോക്കുക കേട്ടോ. അപ്പോൾ ജനറൽ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വെൻ എ കോൺട്രാക്ട് ഹാസ് ബീൻ ബ്രോക്കൺ ദി ഇൻജുവേർഡ് പാർട്ടി ക്യാൻ റിക്കവർ ഫ്രം ദി അതർ പാർട്ടി സച്ച് ഡാമേജ് ആസ് നേച്ചുറലി ഓർ ഡയറക്റ്റ്ലി അറൈസ് ഫ്രം ദി യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം ദി ബ്രീച്ച് അല്ലേ. അപ്പോൾ എത്രയാണോ നഷ്ടം സംഭവിച്ചത് വെച്ചെങ്കിൽ അത് കിട്ടുന്നു. എങ്ങനെയാണ് കിട്ടുന്നത് നോക്കൂ. വെൻ എ കോൺട്രാക്ട് ഹാസ് ബീൻ ബ്രോക്കൺ, ഇടയിൽ വെച്ചിട്ട് കോൺട്രാക്റ്റ് ബ്രോക്കൺ സംഭവിച്ചു കഴിഞ്ഞാൽ ദി ഇൻജുവേർഡ് പാർട്ടി ക്യാൻ റിക്കവർ ഫ്രം ദി ഇൻജുവേർഡ് പാർട്ടി, ആരൊക്കെയാണോ നഷ്ടം സംഭവിച്ചു വെച്ചെങ്കിൽ ആ നഷ്ടം സംഭവിച്ച വ്യക്തിക്ക് മറ്റുള്ള പാർട്ടിയിൽ നിന്ന് കാശ് കിട്ടുന്നു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ഇൻജുവേർഡ് പാർട്ടി ക്യാൻ റിക്കവർ ഫ്രം ദി അതർ പാർട്ടി അല്ലേ, മറ്റേ പാർട്ടിയിൽ നിന്ന്. സച്ച് ഡാമേജസ് ആസ് നാച്ചുറലി ഓർ ഡയറക്റ്റ്ലി അറൈസ് ഇൻ ദി യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം ദി ബ്രീച്ച് അല്ലേ. അപ്പോൾ ദീസ് ഡാമേജസ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് ആ ഡാമേജസ് എന്ന് പറഞ്ഞാൽ, എത്ര രൂപയുടെ ഡാമേജ് ആണോ ഇൻജുവേർഡ് പാർട്ടിക്ക് വന്നത് വെച്ചെങ്കിൽ അയാൾക്കാണ് അതിനുള്ള കോമ്പൻസേഷൻ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ദീസ് ഡാമേജസ് ഇൻക്ലൂഡ്, ഈ ഡാമേജിൽ എന്തൊക്കെയാണ് വരുന്നത്, ഡയറക്റ്റ് ലോസ് സഫേർഡ് ബൈ ദി അഗ്രീവ്ഡ് പാർട്ടി, എത്രയാണ് ലോസ് സംഭവിച്ചു വെച്ചെങ്കിൽ അത്. പിന്നെ ജനറൽ ഡാമേജസ് ക്യാൻ കാൽക്കുലേറ്റഡ് ഓൺ ദി ഡേറ്റ് ഓഫ് ബ്രീച്ച്, എന്നാണോ ബ്രീച്ച് ഉണ്ടായത്, എന്നാണോ ബ്രോക്കൺ ഓഫ് കോൺട്രാക്റ്റ് സംഭവിച്ചത് വെച്ചെങ്കിൽ ആ ഡേറ്റ് മുതലാണ് നമ്മൾ കണക്കാക്കുന്നത്. ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പ്രിവൈലിംഗ് സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് കണക്കിലെടുക്കുന്നു.
ആൻഡ് നോട്ട് ആസ് എ റിസൾട്ട് ഓഫ് സബ്സീക്വൻറ്റ് ചേഞ്ചസ് ഇൻ സർക്കംസ്റ്റാൻസസ്. അതാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്, ജനറൽ, ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജ്. അപ്പോൾ എന്ന് മുതലാണോ നമുക്ക് നഷ്ടം സംഭവിച്ചത് വെച്ചെങ്കിൽ ആ ഡേറ്റ് മുതലുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ എത്ര രൂപയുടെ ലോസാണ് ഇൻജൂർഡ് പാർട്ടിക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ജനറൽ റൂൾ ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡാമേജ് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു ആ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നാണോ ഉണ്ടായി വെച്ചെങ്കിൽ ആ ഡേറ്റ് മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജനറൽ റൂൾ ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡാമേജ് ഈസ് ദാറ്റ് ദ ഡാമേജ് ആർ മെഷേർഡ് ആൻഡ് അസസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ടൈം ഓഫ് ബ്രീച്ച്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, എന്താ കോൺട്രാക്ട് പ്രൈസ് ആർ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ടൈം ഓഫ് ബ്രീച്ചിലെ ഡിഫറൻസ് ബിറ്റ്വീൻ, ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്, കോൺട്രാക്റ്റിൻ്റെ പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് സ്പെഷ്യൽ ഡാമേജ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. എന്താണ് സ്പെഷ്യൽ ഡാമേജിൽ പറയുന്നത് നോക്കാം. These are damages which are result from the breach of contract under special or unusual circumstances. അല്ലേ, സ്പെഷ്യൽ ഓർ അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസിലാണ് വരുന്നത്. ഇൻ ദീസ് ഡാമേജസ് ദി അഗ്രീവ്ഡ് പാർട്ടി മേ ക്ലെയിം ഓർ ബിസൈഡ്സ് ജനറൽ ഡാമേജസ് ഇൻ എനി ലോസ് ഹി has suffered due to special circumstances known in both the parties at the ടൈം ഓഫ് കോൺട്രാക്റ്റിംഗ്. അല്ലേ, പ്രത്യേക സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കുക. അല്ലേ, അതാണ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് ഇൻവോൾവ് ഇൻ കോൺട്രാക്ട് മസ്റ്റ് ബി നോൺ ടു ദ പാർട്ടി അഗെയിൻസ്റ്റ് സ്പെഷ്യൽ ഡാമേജസ് ആർ ക്ലെയിംഡ്. സ്പെഷ്യൽ ഡാമേജ് എത്രയാണോ വന്നു വെച്ചെങ്കിൽ അതിന് ക്ലെയിം കൊടുക്കുകയാണ് ചെയ്യുന്നത്. If he had no knowledge, he is not answerable. Knowledge of special circumstances must be on the date of contract മുതലാണ് നമ്മൾ കണക്കാക്കും. Subsequent knowledge of special circumstances does not create any liability. അപ്പോൾ അതാണ് പറയുന്നത് സ്പെഷ്യൽ ഡാമേജ് എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ദീസ് ആർ ഡാമേജസ് which result from the breach of contract under some special or unusual circumstances. അല്ലേ, in these damages the aggrieved party may claim beside general damage അല്ലേ for any loss he has suffered due to the special circumstances. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ്, അതാണ് സ്പെഷ്യൽ ഡാമേജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കുക. അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജ്. അപ്പം എക്സംപ്ലറി ഡാമേജ് ആർ അവാർഡഡ് വിത്ത് എ വ്യൂ ടു പണിഷിങ് ദ ഗിൽറ്റി പാർട്ടി ഫോർ ദ മാതൃകാപരമായിട്ടുള്ളത് എന്നാണ് എക്സംപ്ലറി എന്ന് പറഞ്ഞ അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ ഈ മാതൃകാപരമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ആരാണോ ഗിൽറ്റി തെറ്റ് ചെയ്തത് വെച്ചെങ്കിൽ, ആരാണോ കളവ് ചെയ്തത് വെച്ചെങ്കിൽ അവർക്ക് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഡാമേജ് എത്രയാണോ സംഭവിച്ചു വെച്ചെങ്കിൽ അതിന് ഈടാക്കുക. അല്ലേ, അപ്പോൾ എക്സംപ്ലറി ഡാമേജ് ആർ അവാർഡഡ് വിത്ത് എ വ്യൂ ടു പണിഷ് ചെയ്യുക. അല്ലേ, ദ ഗിൽറ്റി പാർട്ടി ഫോർ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായാൽ ആര് കാരണമാണ് അത് സംഭവിച്ചത് വെച്ചെങ്കിൽ അയാളെ നമ്മൾ പണിഷ് ചെയ്യുന്നു. ആൻഡ് നോട്ട് വിത്ത് ദി ഐഡിയ ഓഫ് അവാർഡിങ് കോമ്പൻസേഷൻ ടു ദി ഇൻജുവേർഡ് പാർട്ടി. അതിനെയാണ് എക്സംപ്ലറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലതാണ് ഉദ്ദേശിക്കുന്നത്. എക്സംപ്ലറി ഡാമേജ് ഹാവ് നോ പ്ലേസ് ഇൻ ദ ലോ ഓഫ് കോൺട്രാക്ട് ബിക്കോസ് ദേ ആർ പ്യൂണിറ്റീവ് ഇൻ നേച്ചർ. പ്യൂണിറ്റീവ് എന്ന് പറഞ്ഞാൽ ശിക്ഷാർഹമാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് തെറ്റാണോ നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിന് നമുക്ക് എന്തായാലും എന്ത് കിട്ടുന്നുണ്ട്, ശിക്ഷാർഹമാണ്. അല്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് എന്തായാലും നമുക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടായിരിക്കും. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അതിൽ ബട്ട് ഇൻ കേസസ് അതാണ് നമ്മൾ അതിൽ പറയാനുള്ളത് കേട്ടോ. breach of contract to marry, the amount of damage will depend upon to the extent of injury to the party's feeling. എത്രത്തോളമാണ് പാർട്ടിക്ക് ഫീലിങ്സ് ഉണ്ടായത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട്. പിന്നെ ഡിസോണർ ഓഫ് ചെക്ക് ബൈ എ ബാങ്കർ വേർ ദി സഫിഷ്യൻറ്റ് ഫണ്ട് ടു ദ ക്രെഡിറ്റർ ഓഫ് ദി കസ്റ്റമർ. അല്ലേ, നമ്മൾ വണ്ടി ചെക്ക് എഴുതുക എന്നൊക്കെ പറയൂലേ, നമ്മുടെ അക്കൗണ്ടിൽ കാശില്ലാണ്ട് ചെക്ക് എഴുതി കൊടുത്തു, അപ്പോൾ ആ ചെക്ക് എന്ത് ചെയ്യുന്നു, ഡിസോണർ ആവുന്നു. അതൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ തെറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനെന്തായാലും ഗിൽറ്റി പേഴ്സണ് ശിക്ഷ കിട്ടും. അതാണ് പറയുന്നത് എക്സംപ്ലറി, പ്യൂണിറ്റീവ്, വിൻഡിക്റ്റീവ് ഡാമേജ് എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ നോമിനൽ ഡാമേജ് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് കേട്ടോ. നോമിനൽ ഡാമേജ്, ദീസ് ഡാമേജസ് ആർ അവാർഡഡ് സിംപ്ലി ടു റെക്കഗ്നൈസ് ദ റൈറ്റ് ഓഫ് ദി പാർട്ടി. അല്ലേ, റൈറ്റ് എന്താണ് എന്നല്ലേ, ടു ക്ലെയിം ഡാമേജസ് ഫോർ ദി ബ്രീച്ച്. അധികാരം നോക്കിയിട്ട് അല്ലേ, എന്ത് റൈറ്റ് ആണുള്ളത്, നമുക്ക് എന്തിനൊക്കെയുള്ള റൈറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് അല്ലേ. ദീസ് ഡാമേജസ് ആർ അവാർഡഡ് സിംപ്ലി ടു റെക്കഗ്നൈസ് ദ റൈറ്റ് ഓഫ് ദി പാർട്ടി
to claim damages for the breach of contract. This is the case where only a technical violation of legal right but no substantial loss is there. ഇതിനെയാണ് നോമിനൽ ഡാമേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ റെമഡി ആയിട്ട് നമ്മൾ പറഞ്ഞ സ്യൂട്ട് ഫോർ ഡാമേജ് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എത്രത്തോളം ഡാമേജ് ആണോ നമുക്ക് സംഭവിച്ചത് വെച്ചെങ്കിൽ അതിന് നമ്മൾ ആ കോൺട്രാക്റ്റ് കൊണ്ട് ഡാമേജ് എത്ര സംഭവിച്ചു വെച്ചെങ്കിൽ അതിന് നമ്മൾ കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതാണ് സ്യൂട്ട് ഫോർ ഡാമേജ് എന്ന് പറയുന്നത് അല്ലേ. വേർ ദ കോൺട്രാക്റ്റ് ഈസ് ബ്രോക്കൺ ദി ഇൻജൂർഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജ് ഫ്രം ദി അതർ പാർട്ടി. ഇറ്റ് ഈസ് എ മോണിറ്ററി കോമ്പൻസേഷൻ ആണെങ്കിൽ അത് എത്രയാണെന്ന് വെച്ചെങ്കിൽ അത് കൊടുക്കുക. ആര് കാരണമാണ് നഷ്ടം സംഭവിച്ചത് വെച്ചെങ്കിൽ ആ പാർട്ടി പേയ്മെൻറ്റ് നടത്തുകയാണ് വേണ്ടത്. അത് നമ്മൾ കൈൻഡ് ഓഫ് ഡാമേജിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തു. അതാണ് ജനറൽ, ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജ്, പിന്നെ സ്പെഷ്യൽ ഡാമേജസ്, എക്സംപ്ലററി, പ്യൂണിറ്റീവ് ആൻഡ് വിൻഡിക്റ്റീവ് ഡാമേജ്, പിന്നെ നോമിനൽ ഡാമേജ്. അങ്ങനെ പറഞ്ഞിട്ട് 4 നമ്മളതിനെ ഡിവൈഡ് ചെയ്തത്. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് റൂൾസ് റിഗാർഡിംഗ് ദ ഡാമേജസ്. എന്തൊക്കെ റൂൾസാണ് ഡാമേജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങളാണുള്ളത്? The law regarding the damage is incorporated in section 73 of the contract. അപ്പോൾ സെക്ഷൻ 73 ഓഫ് ദി കോൺട്രാക്റ്റിലാണ് എന്തൊക്കെ റൂൾസാണ് ഈ ഡാമേജസിനുള്ളത്, എന്തൊക്കെ നിയമങ്ങളാണ് ഈ ഡാമേജ് സംഭവിച്ചാൽ ഉള്ളത് എന്നുള്ളത് സെക്ഷൻ 73 പ്രകാരം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദ സെക്ഷൻ മെൻഷൻ ദാറ്റ് വെൻ എ കോൺട്രാക്റ്റ് ഹാസ് ബീൻ ബ്രോക്കൺ, ഒരു കോൺട്രാക്റ്റ് നമ്മൾ ബ്രോക്കൺ ചെയ്താൽ the party who suffers by such breach is entitled to receive from the party who has broken the contract compensation for any loss or damage caused to him there which is naturally arose in the usual course of things from such breach or which the parties knew they may made the contract are likely to be result under the breach of it. അപ്പോൾ എത്രത്തോളം നഷ്ടം സംഭവിച്ചു വെച്ചെങ്കിൽ ആ നഷ്ടത്തിന് ആരാണോ കാരണക്കാരൻ വെച്ചെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഈടാക്കുന്നതാണ്. നോക്കാം എന്തൊക്കെ റൂൾസാണ് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ദ റൂൾസ് ബേസ്ഡ് ഓൺ ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ഹാർഡ്ലി വേഴ്സസ് ബാക്സൺ ഡെലി ആർ ഡെൽറ്റ്. ഒരു കേസാണ് ഹാർഡ്ലി വേഴ്സസ് എന്നുള്ള കേസ്. അത് പ്രകാരം സെക്ഷൻ 73 പ്രകാരം ഇന്ത്യൻ കോർട്ടിൽ, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ റൈറ്റ്സ് ആണ് പറയുന്നത്, റൂൾസ് എന്തൊക്കെയാണ് പറയുന്നത് നോക്കൂ. ഫസ്റ്റ് വൺ, ഇൻജുവേർഡ് പാർട്ടി. ആരാണോ ഇൻജുവേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് വെച്ചെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടുന്നു? സെയിം പൊസിഷൻ ഇഫ് ദ കോൺട്രാക്ട് ഹാഡ് ബീൻ പെർഫോംഡ് ഈസ് എൻറ്റൈറ്റിൽഡ്. സെയിം പൊസിഷൻ അണ്ടർലൈൻ ചെയ്യാട്ടോ, സെയിം പൊസിഷനാണ് ആസ് ഇഫ് ദ കോൺട്രാക്ട് ഹാഡ് ബീൻ പെർഫോംഡ്. പിന്നെ ഡാമേജസ് വിച്ച് നേച്ചുറലി അറൈസ് ഫ്രം ദി യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം സച്ച് ബ്രീച്ച് ക്യാൻ ബി റിക്കവേർഡ്. സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്തു എന്നിട്ടാണ് നമുക്ക് ഡാമേജ് സംഭവിച്ചത് വെച്ചെങ്കിൽ എത്ര രൂപയുടെ ഡാമേജ് വെച്ചെങ്കിൽ അത്രയും രൂപ നമുക്ക് റിക്കവർ ചെയ്യുന്നു, കാശ് തിരിച്ചു കിട്ടുന്നു. ഫോർ ഗെറ്റിംഗ് സ്പെഷ്യൽ ഡാമേജസ് കിട്ടാൻ വേണ്ടി ഇൻജുർഡ് പാർട്ടി ഹാസ് ടു പ്രൂവ് ദാറ്റ് ദി അതർ പാർട്ടി ന്യൂ അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് ദി കോൺട്രാക്ട് അല്ലേ. അപ്പോൾ ഫോർ ഗെറ്റിംഗ് സ്പെഷ്യൽ ഡാമേജ് ആണെങ്കിൽ ദി ഇൻജുർഡ് പാർട്ടി പ്രൂവ് ചെയ്യണം. ഇൻജുർഡ് പാർട്ടി പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. ദി ഇൻജുർഡ് പാർട്ടി ഹാസ് ടു പ്രൂവ് ദാറ്റ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദി അതർ പാർട്ടി ന്യൂ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ അയാൾക്ക് അറിയാമായിരുന്നു, മറ്റേ ആൾക്ക് ഇന്ന നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് അറിയാമായിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. പിന്നെ ലോ ഡസ് നോട്ട് അവാർഡ് ഡാമേജ് വിച്ച് ആർ നൈദർ ഇൻഡയറക്റ്റ് ഓർ ടു റിമോട്ട്. ലോ എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് അവാർഡ് ഡാമേജ്, ആ ഡാമേജിനെ വിച്ച് ആർ ഇൻഡയറക്റ്റ് ഓർ ടു റിമോട്ട്. പിന്നെ കോമ്പൻസേഷൻ ഫോർ ക്വാസി കോൺട്രാക്ടേഴ്സ് ഡാമേജസ് ഇൻ സെയിം ആസ് ഫോർ കോൺട്രാക്ട്. ഇത്രയും റൂൾസുകളാണ് ആ ലോ പ്രകാരം പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. ഇനി ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാൽറ്റി. ലിക്വിഡേറ്റ് ചെയ്യുക അല്ലേ. ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേറ്റഡ് ഡാമേജസും അതിനുള്ള പെനാൽറ്റികളൊക്കെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കുക. സം ടൈം പാർട്ടീസ് ടു എ കോൺട്രാക്ട് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ മെൻഷൻ ദാറ്റ്, ഫോർമേഷൻ സമയത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും പർട്ടിക്കുലർ സം ഈസ് പേയബിൾ ബൈ ദ പാർട്ടി കമ്മിറ്റിംഗ് ദ ബ്രീച്ച്. ചില കാര്യങ്ങളൊക്കെ ചെയ്യുക എപ്പോഴാണ്? ബ്രീച്ച് ചെയ്യുമ്പോഴാണ്. ബ്രീച്ച് പറഞ്ഞാൽ ക്യാൻസലേഷൻ്റെ സമയത്താണ്. നമ്മൾ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് പേയ്മെൻറ്റ് നടത്തുക എന്ന് നമ്മൾ തുടക്കം മുതലേ ഫോർമേഷൻ്റെ സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരിക്കും. This predetermined sum may either liquidated damages or penalty. അങ്ങനെ predetermined ആയത് മുൻകൂട്ടി തീരുമാനിച്ചതിനെയാണ് liquidated damage or penalty, രണ്ട് തരത്തിലാണ് വരുന്നത്. liquidated damage എന്താണ്, penalty എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. liquidated damages are the genuine pre-estimate of the probable loss. നമുക്ക് ഭാവിയിൽ ഇത്രത്തോളം നഷ്ടങ്ങൾ വരാം എന്നുള്ളത് നമ്മൾ പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്.
അപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആർ ദി ജെന്യൂവിൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് ദി പ്രൊബബിൾ ലോസ്. എത്രയാണ് നമുക്ക് നഷ്ടങ്ങൾ ഭാവിയിൽ വരിക എന്നുള്ള കാര്യം നമ്മൾ പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എമൗണ്ട് അഗ്രീഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അത് എത്രയാണ് വരുന്നത് എന്നുള്ളത് അവർ അഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ഫെയർ ആൻഡ് ഹോണസ്റ്റ് പ്രീ എസ്റ്റിമേഷൻ ഓഫ് പ്രൊബബിൾ. എത്രയാണ് ഫെയർ ശരിയായതും ഹോണസ്റ്റായ എത്രയാണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 2 ഒബ്ജക്റ്റീവ്സാണ് ലിക്വിഡേറ്റഡ് ഡാമേജിന് പറയാനുള്ളത്. കോൺട്രാക്റ്റ് എൻട്രി ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒബ്ജക്റ്റീവ്സ് ആയിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ടു അവോയ്ഡ് അൺസർട്ടനിറ്റീസ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഡാമേജസ്. അൺസർട്ടനിറ്റീസ് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ടു അവോയ്ഡ് എക്സ്പെൻസസ് ഓഫ് പ്രൂവിങ് ഡാമേജസ് ഇൻ ദ കോർട്ട്. പിന്നെ എക്സ്പെൻസുകൾ എത്രയൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡേറ്റഡ് ഡാമേജസ് ആർ ദി ജെന്യൂവിൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് ദി പ്രൊബബിൾ ലോസ്. നമുക്ക് എത്രത്തോളമാണ് നഷ്ടം സംഭവിക്കുക എന്നുള്ളത് പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റിപ്പുലേറ്റിംഗ് ലിക്വിഡേറ്റിംഗ് പീരിയഡ് ഒബ്ജക്റ്റ് അതിനെന്താണ്? എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്? പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നു അല്ലേ? കാര്യങ്ങൾ മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കാര്യങ്ങൾ മുൻകൂട്ടി ടു അവോയ്ഡ് ഒഴിവാക്കുക അല്ലേ? അൺസർട്ടനിറ്റീസ് വരിക അല്ലേ? നമുക്ക് തീർച്ചയില്ലാത്ത കാര്യങ്ങൾ വരും എന്ന് നമുക്കറിയാം. അത് അവോയ്ഡ് ചെയ്യാൻ. പിന്നെ ടു അവോയ്ഡ് എക്സ്പെൻസസ് ചിലവുകൾ വരാതെ വരികയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി പെനാൾട്ടി പറഞ്ഞാൽ പരിഹാരങ്ങൾ അല്ലേ? പെനാൾട്ടി ഇസ് എ സം നെയിംഡ് എ കോൺട്രാക്ട് ഇൻ ദ ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ വിച്ച് ഈസ് എ ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദ ഡാമേജ് ലൈക്ലി ടു അക്വയർ ആസ് എ റിസൾട്ട് ഓഫ് ബ്രീച്ച് കാരണം അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഫിക്സഡ് ഫോർ സെക്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. ദസ് ദി എസെൻസ് ഓഫ് പെനാൾട്ടി ഈസ് പേയ്മെൻറ്റ് ഓഫ് മണി സ്റ്റിപ്പുലേറ്റഡ്. എത്ര രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത് വെച്ചെങ്കിൽ അതല്ല സ്റ്റിപ്പുലേറ്റഡ് ആസ് ദി ടെററം വിത്തൗട്ട് എനി റിഗാർഡ് ഓൺ ദി ടു ദ വിത്തൗട്ട് എനി റിഗാർഡ് ടു ദി പ്രൊബബിൾ ലോസ് അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. പെനാൾട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നഷ്ടപരിഹാരം എത്രയൊക്കെയാണ് കോമ്പൻസേഷനൊക്കെയാണ് അല്ലെങ്കിൽ പരിഹാരങ്ങൾ എന്തൊക്കെയാ വെച്ചെങ്കിൽ അത്. അപ്പോൾ പെനാൾട്ടി ഈസ് ദ സം നെയിംഡ് ഇപ്പോൾ ഇൻ എ കോൺട്രാക്ട് അറ്റ് ദ ടൈം ഓഫ് ഇസ് ഫോർമേഷൻ വിച്ച് ഈസ് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദ ഡാമേജ് likely to acquire as a result of breach. It is a fixed for securing the performance of the contract. Thus the essence of penalty എന്താണ്? എസെൻസ്. അതിൽ പെനാൾട്ടി കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് അതിൻ്റെ എസെൻസ് അന്തസത്താൽ എന്താ ഉദ്ദേശിക്കുന്നത്? പേയ്മെൻറ്റ് ഓഫ് മണി നടത്തുന്നത് സ്റ്റിപ്പുലേറ്റഡ് ആസ് ഇൻ ദി ടെറം വിത്തൗട്ട് എനി റിഗാർഡ് പ്രോബിൾ ലോസ് ഒന്നും നോക്കാതെ തന്നെ അതിന് എത്രയാണ് നമുക്ക് നഷ്ടം സംഭവിച്ചു വെച്ചെങ്കിൽ അത് കൊടുക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പെനാൾട്ടി. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡേറ്റിംഗ് ഡാമേജും പെനാൾട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ലിക്വിഡേറ്റഡ് ഡാമേജസ് ആർ ദി ഫെയർ ആൻഡ് ജെന്യൂവിൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് പ്രൊബബിൾ ഡാമേജ് അല്ലേ? നമ്മൾ പറഞ്ഞു പ്രീ എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞു. ഫെയർ ആൻഡ് ജെന്യൂവിൻ പ്രീ എസ്റ്റിമേറ്റ് ആണ്. നേരെ മറിച്ച് എന്താണ്? പെനാൾട്ടി ഈസ് നോട്ട് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഡാമേജ്. അണ്ടർലൈൻ ചെയ്തോളൂ, എന്നിട്ട് പഠിക്കുമ്പോൾ സിമ്പിളായിരിക്കും കേട്ടോ. ഓരോന്നും നമ്മൾ മനസ്സിലാക്കി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പം ആദ്യത്തെ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന പ്രീ എസ്റ്റിമേറ്റ് ആണ്, മറ്റേത് എന്തല്ല? പ്രീ എസ്റ്റിമേറ്റ് അല്ല. മനസ്സിലായോ? അത്രയേ ഉള്ളൂ ഒന്നാമത്തെ പോയിന്റ്. സിമ്പിളാണ്. മറ്റേത് പ്രീ എസ്റ്റിമേറ്റ്, ഇത് പ്രീ എസ്റ്റിമേറ്റ് അല്ല. ഈ നെക്സ്റ്റ് വൺ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആർ അവോർഡഡ് ബൈ വേ ഓഫ് കോമ്പൻസേഷൻ ആണ്. മറ്റേതിലാണ് പെനാൾട്ടി ഈസ് ഇമ്പോസ്ഡ് ബൈ വേ ഓഫ് പണിഷ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ബൈ വേ ഓഫ് കോമ്പൻസേഷൻ ആണ്, ഇവിടെ പണിഷ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താ ഉദ്ദേശിക്കുന്നത്? കോമ്പൻസേഷൻ. ഇതാണ് നിങ്ങൾ പെനാൾട്ടി കൊണ്ട് പണിഷ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ദി മെയിൻ പർപ്പസ് ഓഫ് ലിക്വിഡേറ്റഡ് ഡാമേജിന് എന്താണ്? അവോയ്ഡ് അൺസർട്ടനിറ്റി ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേതാറ്റി ഇതിലുദ്ദേശിക്കുന്നത് നമുക്ക് അൺസർട്ടനിറ്റി എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ലിക്വിഡേറ്റഡ് ഡാമേജിൽ എന്തൊക്കെ തരത്തിലുള്ള അൺസർട്ടനിറ്റിയാണ് ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് പെനാൾട്ടി ആണെങ്കിലോ സ്പെസിഫൈഡ് ഇൻ എ കോൺട്രാക്ട് വിത്ത് എ വ്യൂ ടു പ്രിവെൻറ്റ് എ പാർട്ടി ഫ്രം കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. കോൺട്രാക്റ്റ് വേണ്ടാന്ന് വയ്ക്കുക, ബ്രോക്കൺ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെനാൾട്ടി കൊണ്ട് ഉദ്ദേശിച്ചത്. പണിഷ്മെൻ്റ് ആകുമ്പോൾ പണിഷ്മെൻറ്റ് വേണ്ടേ എന്ന് വിചാരിച്ച് അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പെനാൾട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കോർട്ട് ഡസ് നോട്ട് മേക്ക് എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലിക്വിഡേറ്റഡ് ഡാമേജ് ആൻഡ് പെനാൾട്ടി അല്ലേ. ഇന്ത്യൻ കോർട്ടിൽ ലിക്വിഡേറ്റഡ് ഡാമേജും പെനാൾട്ടിയും തമ്മിൽ ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ അല്ലേ, ഒരു ഡിസ്റ്റിങ്ഷനും ഇല്ല. ബട്ട് ഇൻ ഇംഗ്ലീഷ് കോർട്ട് ട്രീറ്റ് പെനാൾട്ടി ആർ ഇൻവാലിഡ് ആൻഡ് അലോ ലിക്വിഡേറ്റഡ് ഡാമേജ് വിത്തൗട്ട് എനി റിഗാർഡ് ടു ആക്ച്വൽ ലോസ്. അപ്പോൾ ഇംഗ്ലീഷ് കോർട്ടിലെ പെനാൾട്ടി ഇൻവാലിഡ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തൊക്കെ നമ്മളുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡേറ്റഡ് ഡാമേജസും പെനാൾട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു റിസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞു. സെക്കൻഡ് പോയിൻ്റായിട്ട് സ്യൂട്ട് ഫോർ ഡാമേജ് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് പറയുന്നത് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് എത്ര മതിപ്പ്, എത്ര വില വരുന്ന സാധനങ്ങളാണോ നമുക്ക് നഷ്ടം സംഭവിച്ചെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടം മെറിറ്റ്, മതിപ്പ് എന്നാണ് അർത്ഥം, മെറിറ്റ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അല്ലേ. എത്രത്തോളം തൂക്കമുള്ള സാധനങ്ങൾക്കാണോ നഷ്ടം സംഭവിച്ചതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നികത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ദ ടേം ക്വാണ്ടം മെറിറ്റ്സ് ലിറ്ററലി മീൻ ആസ് മച്ച് ആസ് ഏൺഡ് ഓർ ആൻ പ്രപ്പോർഷനേറ്റ് ടു ദ വർക്ക് ഡൺ. എത്രത്തോളമാണ് നമുക്ക് കിട്ടിയത്, എത്ര മതിപ്പിനുള്ള സാധനങ്ങൾ കിട്ടി, എത്രത്തോളം വർക്ക് നമ്മൾ ചെയ്തു, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഇൻ പ്രപ്പോർഷൻ ടു ദ, അപ്പോൾ ഒരാൾക്ക് നമ്മൾ കൂലി കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അയാൾ എത്രത്തോളം വർക്ക് ചെയ്തു, അയാൾ എത്രത്തോളം ജോലിയാണ് നമുക്ക് ചെയ്തു തന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾക്ക് അയാൾക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. അതാണ് ഇൻ പ്രപ്പോർഷൻ ടു ദി പേയ്മെൻറ്റ് ഇൻ പ്രപ്പോർഷൻ ടു ദ വർക്ക് ഡൺ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ സർവീസ് റെൻഡേഡ്, എത്രത്തോളം സർവീസ് ചെയ്തു എന്ന് നോക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വെൻ എ പേഴ്സൺ ഹാഡ് ഡൺ സം വർക്ക് അണ്ടർ എ കോൺട്രാക്ട് ആൻഡ് അതർ പാർട്ടി റെപ്യൂഡേറ്റ്സ് ദ കോൺട്രാക്ട് ഓർ സം ഇവൻറ്റ് ഹാപ്പൺ വിച്ച് മേക്ക് ഫർദർ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഒരാൾ നമുക്ക് വല്ല സർവീസ് ചെയ്തു തരിക, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫർദർ പെർഫോമൻസ് നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു, then the party who has performed the work can claim remuneration for the work he has already done അല്ലേ. നമ്മളപ്പോൾ ഒരാളെ ജോലിക്ക് വെച്ചു, അയാൾ കുറച്ച് ദിവസം മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്തു തന്നുള്ളൂ. അപ്പോൾ എത്ര ദിവസം വർക്ക് ചെയ്തു തന്നു എന്ന് നോക്കിയിട്ട് അതിന് ആ ക്വാണ്ടിറ്റി നോക്കിയിട്ട് അതിന് കാശ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ക്ലെയിം ഫോർ ക്വാണ്ടം മെറിറ്റ്, ഇനി എങ്ങനെയൊക്കെയാണ് ക്ലെയിംസ്, ക്വാണ്ടം മെറിറ്റിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലെയിംസ് കൊടുക്കുന്നത്. ആദ്യം വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഫൗണ്ട് ടു ബി വോയിഡ്, ആദ്യം പറയുന്നത് എങ്ങനെയാണ്, ആ കോൺട്രാക്റ്റ് എങ്ങനെയാണ്, വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഫൗണ്ട് ടു ബി, ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. വെൻ സംതിങ് ഈസ് ഡൺ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡു സോ ഗ്രാറ്റുറ്റസ്ലി, ഗ്രാറ്റുറ്റസ്ലി പറഞ്ഞാൽ സ്വമേധയാ അല്ലേ. വെൻ സംതിങ് ഈസ് ഡൺ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡു സോ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യണം എന്ന് വിചാരിക്കാണ്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിവൈസബിൾ ആവുക. പിന്നെ വൺ പാർട്ടി അബാൻഡൺ ഓർ റെഫ്യൂസസ് ടു, ഒരു പാർട്ടി എന്ത് ചെയ്യുക, അബാൻഡൺ അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക, നിരസിക്കുന്നു, ലെറ്റ് പെർഫോം ദി കോൺട്രാക്റ്റ്. വെൻ എൻ ഇൻഡിവൈസബിൾ കോൺട്രാക്റ്റ് ഈസ് പെർഫോം, നമ്മൾ ചെയ്യുന്ന കോൺട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ബാഡ്ലി ആയിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയുന്നത്, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്നുള്ളതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അപ്പോൾ ക്വാണ്ടം മെറിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മളതിൽ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലെയിം ഫോർ ക്വാണ്ടം മെറിറ്റ്സിൽ പറയുന്നത് വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഫൗണ്ട് ടു ബി വോയിഡ്, ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാവുക, വോയിഡ് ആവുക അല്ലേ. അക്കോർഡിംഗ് ടു സെക്ഷൻ 65 ഓഫ് ദി Contract Act, when a contract is discovered to be unenforceable for some technical reason, any person who has received any advantage under such a contract is bound to restore it and to make a compensation for it to the person for whom he received the advantage. അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് എന്നില്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അക്കോർഡിംഗ് ടു സെക്ഷൻ 65 പ്രകാരം വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിസ്കവേർഡ്, ഒരു കോൺട്രാക്റ്റ് അൺഎൻഫോഴ്സിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും അല്ലേ. അൺഎൻഫോഴ്സിബിൾ ആണ്, സം ടെക്നിക്കൽ റീസൺ കാരണം അൺഎൻഫോഴ്സിബിൾ ആണ്, സം ടെക്നിക്കൽ റീസൺ കാരണം അത് വോയിഡ് ആണ് എന്ന് നമുക്ക് പറയാം. എനി പേഴ്സൺ ഹൂ ഹാസ് റിസീവ്ഡ് എനി അഡ്വാൻറ്റേജ്, ആർക്കെങ്കിലും അതുകൊണ്ട്, ആ കോൺട്രാക്റ്റ് കൊണ്ട് ആർക്കെങ്കിലും അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈസ് ബൗണ്ട് ടു റീസ്റ്റോർ ഇറ്റ് ആൻഡ് ടു മേക്ക് എ കോമ്പൻസേഷൻ ഫോർ ഇറ്റ് ടു ദ പേഴ്സൺ ഫ്രം ഹൂ റിസീവ്ഡ് ദ അഡ്വാൻറ്റേജ്. ആരാണോ അതിൻ്റെ അഡ്വാൻറ്റേജ് റിസീവ് ചെയ്ത് വെച്ചെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കോമ്പൻസേഷൻ ഈടാക്കുന്നു, നഷ്ടപരിഹാരം ഈടാക്കുന്നു. അപ്പോൾ നമ്മൾ ഒരാളെ ജോലിക്ക് ഏൽപ്പിച്ചു, കുറച്ച് ദിവസം മാത്രമാണ് അയാൾ ജോലി ചെയ്തുള്ളൂ, ഇത് എത്ര ദിവസം വർക്ക് ചെയ്തു വെച്ചെങ്കിൽ അതിനുള്ള ഇത് കൊടുക്കുക അല്ലേ, അതാണ് പറയുന്നത്. പിന്നെ അടുത്ത പോയിൻ്റ്,
വെൻ സംതിങ് ഈസ് ഡൺ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡു സോ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുക, നമുക്ക് ഇൻറ്റൻഷനൊന്നുമില്ല, സ്വമേധയാ അല്ലാണ്ട് അല്ലേ, വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു ഡു സോ ഗ്രാറ്റുറ്റോusly. According to Section 70 of the Contract Act, where a person does some work for or delivers something to another person with the intention of receiving payment for the same, അല്ലേ, ഇൻറ്റൻഷൻ എന്താണ്, അതിന് പേയ്മെൻറ്റ് കൊടുക്കുക, റിസീവ് പേയ്മെൻറ്റ് ഫോർ ദ സെയിം, ദെൻ സച്ച് അതർ പേഴ്സൺ ഈസ് ബൗണ്ട് ടു മേക്ക് പേയ്മെൻറ്റ് ഇഫ് ഹി ആക്സെപ്റ്റ് സച്ച് സർവീസ് ഓർ ഗുഡ് എൻജോയ് ദെയർ ബെനിഫിറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, എ പുവർ ബോയ് ക്ലീൻസ് ദ കാർ ഓഫ് ബി, അല്ലേ, ക്ലീൻ ചെയ്തു. ഓൺ വിച്ച് ആക്ട് ബി ഡസ് നോട്ട് ഒബ്ജക്റ്റ്, ബി ഒന്നും ഒബ്ജക്റ്റ് ചെയ്തില്ല. ഹിയർ എ എൻറ്റൈറ്റിൽ ദ റീസണബിൾ പേയ്മെൻറ്റ് ഫോർ ഹിസ് സർവീസ്. ഒന്നും ഒബ്ജക്റ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലെങ്കിലും സർവീസ് ചെയ്തതിന് റീസണബിളായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. സ്വമേധയാ നമ്മളോട് ചോദിച്ചിട്ടില്ലെങ്കിലും അയാളൊരു വർക്ക് ചെയ്തൂല്ലോ, അപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂസ്ലി നമ്മൾ സ്വമേധയാ അയാൾക്ക് അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സെക്കൻഡ് പോയിൻ്റ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വൺ, വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിവൈസബിൾ ആണ്. വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിവൈസബിൾ ആൻഡ് ദ പാർട്ടി നോട്ട് ഇൻ ഡിഫോൾട്ട് ഹാസ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ് ഓഫ് ദാറ്റ് പാസ്റ്റ് പെർഫോമൻസ്, ദ പാർട്ടി ഈസ് ഡിഫോൾട്ട് ആൻഡ് ഈസ് യു ഓൺ ക്വാണ്ടം മെറിറ്റ്സ്, അല്ലേ. വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഡിവൈസബിൾ ആണ്, ദ പാർട്ടി നോട്ട് ഇൻ ഡിഫോൾട്ട് ഹാസ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ് ആസ് എ പാർട്ട് ഓഫ് പെർഫോമൻസ്, അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ, ഒരു പാർട്ടി ഈസ് നോട്ട് ഡിഫോൾട്ട് ഹാസ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ് ഓൺ പാർട്ട് ഓഫ് പെർഫോമൻസ്, ദ പാർട്ടി ഈസ് ഡിഫോൾട്ട് മീൻസ് യു, എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കാം എന്നാണ് പറയുന്നത്. വെൻ എ വൺ പാർട്ടി അബാൻഡൺ ഓർ റെഫ്യൂസസ് ടു പെർഫോം ദി കോൺട്രാക്ട്. When a party of contract performs a part of contract but abandon it without completing and refuses to perform remaining part. ഇപ്പോൾ ഒരാളൊരു വർക്ക് നമ്മളൊരാളെ ഏൽപ്പിച്ചു, അയാൾ പകുതി വർക്ക് ചെയ്തു, ബാക്കി വർക്ക് അയാൾ ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അപ്പോൾ ദെൻ ദി അതർ പാർട്ടി ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. When a indivisible contract is performed badly, when an indivisible contract for the lump sum has been completed, performed but badly, the person performing it is entitled to claim the whole amount, but the other party can make a deduction for bad work, അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, വെൻ എൻ ഇൻഡിവൈസിബിൾ കോൺട്രാക്റ്റ് ഈസ് പെർഫോംഡ് ബാഡ്ലി ആയിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് വെച്ചെങ്കിൽ, അല്ലേ. When an indivisible contract is the lump sum has been completely performed, എല്ലാ കാര്യങ്ങളും ചെയ്തു ബട്ട് ബാഡ്ലി ആയിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ, the person performing it, അത് ചെയ്യുമ്പോൾ it is entitled to claim the whole amount, but the other party can make a deduction for bad work ചെയ്താൽ അതിനുള്ള കോമ്പൻസേഷൻ ഡിഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്സ് എന്നുള്ളതിൽ ഇതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എത്രത്തോളം വർക്കാണ് ചെയ്തത്, എത്രത്തോളം സർവീസാണ് റെൻഡർ ചെയ്ത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിനെ 5 ആയിട്ടാണ് നമ്മൾ ക്ലെയിം ഫോർ ക്വാണ്ടം മെറിറ്റിനെ 5 ആയിട്ടാണ് നമ്മളിതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയിന്റിൽ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെച്ചെങ്കിൽ 3 എണ്ണമാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്, റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്, സ്യൂട്ട് ഫോർ ഡാമേജസ്, സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിറ്റ്സ്, അത്രയും ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ.